എം സ്വരാജിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. എം സ്വരാജ് ഇന്നലെ പറഞ്ഞ ഏറ്റവും വലിയ ഒരു കള്ളം. സ്വരാജ് പിന്നെ കള്ളം പറയുന്നതിൽ വളരെ വിദഗ്ധനാണെന്ന് നമുക്കൊക്കെ അറിയാം. പച്ചക്കള്ളങ്ങൾ പറയുന്ന ആളാണ് എം സ്വരാജ്. എം സ്വരാജാണ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ. അപ്പൊ ദേശാഭിമാനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്നല്ല പറയേണ്ടത്, ദേശാഭിമാനി ചെയ്ത ഒരു ശരി അല്ലേ, ദേശാഭിമാനി ചെയ്ത ഒരു ശരി ചില നേതാക്കന്മാർക്ക് പിടിച്ചില്ല, രാജാവിന് പിടിച്ചില്ല. അതുകൊണ്ടാണ് ദേശാഭിമാനി ഇന്നലെ വാരാന്ത പതിപ്പ് വിതരണം ചെയ്യാതിരുന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നാട്ടിൽ പാട്ടാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും സ്വരാജ് പറയുന്ന കല്ലുവെച്ച കള്ളങ്ങൾ അല്ലേ, ഇന്നത്തെ ദേശാഭിമാനിയിലും മറ്റെല്ലാ പത്രങ്ങളിലും സ്വരാജിന്റെ കള്ളത്തരമുണ്ട്. അതായത് സ്വരാജ് പറയുന്നത് കള്ളൻ വിജയൻ എന്ന ഒരു ലേഖനം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വെഞ്ഞാറമൂട്ടിലെ ആ നാടക കലാകാരൻ വിജയകുമാർ ഇന്ന് ചാനലുകൾ തോറും പത്രങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദേശാഭിമാനി എന്നോട് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, എന്നെ അവർ ഇന്റർവ്യൂ ചെയ്തു, എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു, അവരുടെ ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ എൻ്റെ ഈ ഫീച്ചർ കൊടുക്കാമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു എന്ന് ഈ കള്ളൻ വിജയൻ തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും സ്വരാജ് കള്ളത്തരം പറയാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്താ ചെയ്യാം? മാത്രമല്ല, ഇതിന്റെ എഡിറ്ററെ കെ ആർ അജയൻ എന്ന് പറയുന്ന ഈ വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള എഡിറ്റർക്ക് ഒരു നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കള്ളൻ വിജയൻ എന്നുള്ള ടൈറ്റിൽ എഴുതിയത്, കള്ളൻ വിജയൻ എന്നുള്ള തലക്കെട്ട് എന്തിന് നിങ്ങൾ എഴുതി, എന്തിന് നിങ്ങൾ എഴുതിയെന്നല്ല, എന്തിന് നിങ്ങൾ ഈ വാരാന്ത പതിപ്പിൽ അത് പ്രസിദ്ധീകരണത്തിന് അയച്ചു? നിങ്ങൾ ആലോചിക്കണ്ടേ? കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വിജയേട്ടനെ അല്ലേ, അത് നമ്മളെ വിജയേട്ടനാണ് എന്ന് ആൾക്കാർ വിചാരിക്കില്ലേ? അതിന് മറുപടിയും അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഈ ചാനലുകളിലൊക്കെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൊടുത്ത മറുപടി, അതായത് അജയൻ പാർട്ടി നേതൃത്വത്തിന് കൊടുത്ത മറുപടി തിയേറ്റർ സംബന്ധിച്ച ഒരു ലേഖനമായിരുന്നത്, നാടകവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമായിരുന്നത്, ഒരു നാടക പ്രവർത്തകൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അദ്ദേഹത്തെ ആ നാട്ടിലൊക്കെ കള്ളൻ വിജയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കള്ളൻ വിജയൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായ കൗതുകകരമായ ഒരു സ്റ്റോറിയാണ്. കാരണം അദ്ദേഹത്തെ ഈ വീട്ടുകാര് ചെറുപ്പത്തിൽ തന്നെ എടാ കള്ള, ഒച്ചു കള്ള എന്നൊക്കെ വിളിച്ചിട്ട് അത് എന്താ പറയാ, അദ്ദേഹം തന്നെ അത് വലുതായ ശേഷവും മുതിർന്ന ശേഷവും കള്ളൻ എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ പേരിനോട് കൂടി ചേർത്തു. മാത്രമല്ല, അദ്ദേഹം ഈ കള്ളൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഏതൊരു നാടകത്തിൽ അഭിനയിച്ചു, അത് വല്ലാണ്ട് ക്ലിക്കായി. അങ്ങനെ നാട്ടുകാരെല്ലാവരും ഇയാളെ കള്ളൻ എന്ന് വിളിക്കുന്നു. അതൊരു അഭിമാനമായി ഇയാൾ കരുതുന്നു. ഇയാളുടെ മകനെ കള്ളന്റെ മകനെന്നും ഇയാളുടെ ഭാര്യയെ കള്ളന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വിചിത്രമായ കഥയാണ് അല്ലേ, വളരെ രസകരമായ കഥയാണ്. അപ്പൊ ഇതാണ് ദേശാഭിമാനിയുടെ ബാക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചത്. അതിന് കൊടുത്ത തലക്കെട്ട് കള്ളൻ വിജയൻ എന്നുള്ളതാണ്. ഇതിൽ വേറെ ദുരുദ്ദേശമൊന്നുമില്ല എന്ന് കെ ആർ അജയൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നു. അജയൻ ഒരു ദുരുദ്ദേശവും കണ്ടില്ല എന്ന് അജയൻ പറയുന്നത് 100% ശരിയാണ്. അപ്പൊ ഇവിടെ ഇതൊക്കെ പൊതുസമൂഹത്തിൽ പഴയ പോലെ അല്ല. ഈ അന്തംഗമികളൊക്കെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ സ്വരാജ്യമാരൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇതൊക്കെ അടുത്ത ക്ഷണം പൊതുമണ്ഡലത്തിലെത്തും. നിങ്ങളുടെ പാർട്ടി ഇരുമ്പുമറക്കുള്ളിലൊന്നും അല്ല. അറ്റ്ലീസ്റ്റ് ദേശാഭിമാനി പത്രം തന്നെയെങ്കിലും ഇരുമ്പുമറക്കുള്ളിലല്ല. അതാണ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശക്തിധരൻ പണ്ട് നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ ഇറക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവാണ്, എങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ രസകരമായ, അതായത് CPM ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ പറ്റിയിട്ട് വളരെ എന്താ പറയാ, വളരെ ആഴത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങളാണ് ഇന്ന് ശക്തിധരൻ ഈ പൊതുസമൂഹവുമായി പങ്കിട്ടത്. അതിങ്ങനെയാണ്: ഇരുമ്പുമറ ഭേദിച്ച് കള്ളൻ വിജയൻ എന്നാണ്. എന്താണ് ഇരുമ്പുമറ ഭേദിച്ച് കള്ളൻ വിജയൻ?
എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് അച്ചടി ഒരു ദിവസം വൈകിപ്പിക്കേണ്ടി വന്നതിന്റെ കാരണം സംബന്ധിച്ച് റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഇന്ന് മാധ്യമങ്ങളിലൂടെ നൽകിയ വിശദീകരണം കണ്ടപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നശിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രാവത, അവരുടെ സോവിയറ്റ് പാർട്ടിയുടെ പാർട്ടി പത്രമായിരുന്നു പ്രാവത, റഷ്യയിലെ പ്രാവതയിലും മറ്റും നടത്തിയിരുന്ന നുണപ്രചാരണമാണ് ഓർമ്മയിൽ എത്തിയത്. ഞായറാഴ്ച പതിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു നിരുപദ്രവമായ ലേഖനത്തിലെ, ആ ലേഖനം എന്ത് ലേഖനമാണ്? നിരുപദ്രവപരമായ ലേഖനമാണ്. ആ ലേഖനത്തിൽ ആരെ പറ്റിയിട്ടും ദുഷിപ്പ് പറഞ്ഞിട്ടില്ല. കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞ, കള്ളൻ പവിത്രൻ എന്നുള്ളത് നമ്മുടെ മറ്റേ നെടുമുടി വേണു അഭിനയിച്ച പത്മരാജന്റെ സിനിമയാണ്, അതല്ല, കള്ളൻ വിജയൻ എന്ന നിരുപദ്രവമായ ആ ഒരു ലേഖനം. ആ ലേഖനത്തിന്റെ തലക്കെട്ട് പാർട്ടിയുടെ നേതാവിന്റെ പേരിനോട് സാമ്യമുള്ളത് കൊണ്ട് ആരുടെ പേരിനോട്? പാർട്ടിയുടെ നേതാവിന്റെ പേരിനോട് സാമ്യമുള്ളത് കൊണ്ട് ദോഷൈക ദൃക്കുകൾ അത് വിവാദത്തിലേക്ക് കൊണ്ടുപോയാലോ എന്ന സതുദ്ദേശം മുൻനിർത്തിയാണ് വാരാന്തപ്പതിപ്പ് ഞായറാഴ്ച പുറത്തിറക്കുന്നത് മാറ്റിവെച്ചത് എന്നാണ് ഇതര മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത്. അത് ശരിയാവാം, അല്ലെങ്കിൽ തെറ്റാവാം. എന്തായാലും ദേശാഭിമാനിയിലെ ഇരുമ്പുമറ അവർ തന്നെ പൊളിച്ചിരിക്കുന്നു. അതാണ് ശക്തിധരന്റെ ഒന്നാമത്തെ നിരീക്ഷണം കേട്ടോ. അതായത് ദേശാഭിമാനിയിൽ ഒരു ഇരുമ്പുമറ ഉണ്ടായിരുന്നു. ദേശാഭിമാനിയിലെ ജീവനക്കാരെ മുഴുവനും പിണറായിസ്റ്റുകളെയാണ് ആദ്യമായി ദേശാഭിമാനിയിൽ എന്ന് പറഞ്ഞാൽ കേരളം പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പിണറായി ചെയ്തത് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ആദ്യം VS-ന്റെ അനുകൂലികളെ മുഴുവൻ വെട്ടിയിട്ട് അവിടെ പിണറായിസ്റ്റുകളെ കൊണ്ടു നിറച്ചു. ആ പിണറായിസ്റ്റുകളാണ് ഇപ്പം പിണറായി വിജയനെ കാലുവാരുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. പിണറായി വിജയൻ ആരെയൊക്കെ എവിടെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇപ്പം തിരിഞ്ഞു കുത്തുകയാണ്. എന്തുകൊണ്ടാണ് തിരിഞ്ഞു കുത്തുന്നത്? കാരണം എല്ലാവർക്കും മനസ്സിലായി പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. എന്നുള്ളത് ദുരുദ്ദേശപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട. അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹത്തിൽ നിന്ന് പോകുകയാണ്. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തെ ED ഏത് നിമിഷവും അദ്ദേഹത്തിന് നോട്ടീസ് അയക്കും. കാരണം വീണയെയും പിണറായിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് ഈ മാസപ്പടി വീണയ്ക്ക് ലഭിച്ചത് എന്നും അതെങ്ങനെയൊക്കെയാണ് ചെലവാക്കിയത് എന്നും കൃത്യമായി അറിയുകയുള്ളൂ എന്ന് ED ഉദ്യോഗസ്ഥന്മാര് പറയുന്നു. അതിന് വേണ്ടിയിട്ട് അവര് എത്രയും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിണറായിക്ക് നോട്ടീസ് അയക്കും, പിണറായിയെ ചോദ്യം ചെയ്യും. പിന്നീട് അറസ്റ്റ് നടക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി നടന്നേക്കാം. അങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രിമാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിണറായിയും അറസ്റ്റ് ചെയ്തേക്കാം, ജയിലിൽ അടച്ചേക്കാം. അത് ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് അടുത്ത മാസം തന്നെ ആഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന വിശാല സംസ്ഥാന സമിതിയാണ്. ആ വിശാല സംസ്ഥാന സമിതിയില് ജില്ലാ നേതാക്കളും പാർട്ടിയുടെ പോഷക സംഘടനയുടെ പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ PBയിൽ അവതരിപ്പിക്കാതെ മറച്ചുവെച്ച പിണറായി വിജയനെതിരായ ആരോപണങ്ങൾ, എങ്ങനെ കേരളത്തിൽ പാർട്ടി ഇത്ര ദയനീയമായി തോറ്റു, അതിനുള്ള മൂല കാരണം പിണറായി വിജയനാണ്, പിണറായി വിജയന്റെ പെരുമാറ്റമാണ്, പിണറായി വിജയന്റെ ഭാഷയാണ്, പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളാണ് ഈ 45 കാറുകളുടെ അകമ്പടിയോടെ പോകലും ലിഫ്റ്റും, പിന്നെ ഈ നവകേരള യാത്രയും, അതിലെ ബസ്സും അതിലെ ലിഫ്റ്റും, ഈ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കലും, പിന്നെ ഈ ആശാവർക്കർമാർ 255 ദിവസം സമരം ചെയ്തിട്ടും 10 പൈസ പോലും കൂട്ടിക്കൊടുക്കുക, അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക്, പിണറായി വിജയന്റെ ഓഫീസിലേക്ക് സാധാരണക്കാരായ തൊഴിലാളികളെയോ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആർക്കും അവിടെ പ്രവേശനമില്ല. അവിടെ ആകെ പ്രവേശനം മുതലാളിമാർക്കും ഇത്തരത്തിൽപ്പെട്ട ക്വാറി മാഫിയക്കും ഒക്കെ മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. തുടങ്ങി അങ്ങനെ ഒരുപാട് പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിണറായി വിജയത്തിന് കമ്മ്യൂണിസത്തെ കുറിച്ചൊന്നും അറിയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായി തന്നെ സംബന്ധിച്ചാണ് കമ്മ്യൂണിസത്തെ കുറിച്ച് ഇയാൾക്കൊന്നും അറിയില്ല. കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളോ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ എഴുതിയ കൃതികളൊന്നും പിണറായി വായിച്ചിട്ടൊന്നുമില്ല. പിണറായിക്ക് ആകെ ഇങ്ങനെ ഗുസ്തി അറിയുള്ളൂ. ഒരു പ്രത്യേക ആക്ഷനിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ശബ്ദമുണ്ടാകും, ആൾക്കാർ ഓടി, അങ്ങനെയുള്ള ഗുണ്ടായിസം മാത്രമേ പിണറായിക്ക് അറിയുള്ളൂ. അപ്പം ഈ പിണറായിയുടെ ഗുണ്ടായിസം കൊണ്ടാണ് തോറ്റത്, അതല്ലാതെ കോൺഗ്രസിന്റെ മികവ് കൊണ്ടോ ഒന്നുമല്ല. കാരണം ജനങ്ങളാകെ മടുത്തിരുന്നു. ഈ എന്താ പറയാ, പരനാറി ഭരണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന്
ആളുകൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ വരാൻ പോകുന്ന വിശാല സമിതി, സംസ്ഥാന സമിതി തീരുമാനിക്കാൻ പോകുന്നത് ഇയാളെ മാറ്റുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇതും തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്ത് നിന്ന്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള പേരിൽ ആകെ പാർട്ടിയെ നാണം കെടുത്തുകയാണ് അല്ലേ. പ്രതിപക്ഷ നേതാവിന്റെ ഒരു ശക്തിയും പ്രകടിപ്പിക്കാൻ പറ്റാതെ ദുർബലനായ ഒരു പിണറായി വിജയനെയാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരാളും ഈ ജയിച്ചു വന്ന ഈ 35 എണ്ണത്തിന്റെ ഇടയിൽ ഇല്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ പിണറായി വിജയനെ മാറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ പിണറായി വിജയന്റെ പിടി അയയുകയാണ്. ഇത് ഈ ഒരു അവസ്ഥയിലാണ് ദേശാഭിമാനിയിലെയും പാർട്ടിയിലെയും ഒക്കെ പിണറായി വിരുദ്ധർ, പണ്ട് പിണറായിയുടെ ആൾക്കാരായിരുന്നവർ ഇനി പിണറായി വേണ്ട, പിണറായിയുടെ വാലുമ തൂങ്ങിയാൽ ഇനി രക്ഷയില്ല എന്നുള്ള രീതിയിൽ അവർ പിണറായി വിരുദ്ധരാവാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ സൂചനകളാണ് നേരത്തെ KN ബാലഗോപാലിന്റെ നിയമസഭയിലെ ആക്രോശം, EP-യും PK ശ്രീമതിയും KK ശൈലജയും ഒക്കെ ഉയർത്തിയ എതിർവാദങ്ങൾ അല്ലെങ്കിൽ എതിർ അഭിപ്രായങ്ങൾ. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്, ഇത്തരത്തിൽപ്പെട്ട ഈ ദേശാഭിമാനിയിൽ തന്നെ വന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ജൂണിൽ അവർ ജൂൺ 5-ാം തീയതിയിലെ പത്രത്തിൽ ഈ വിഴിഞ്ഞം കരാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള MC ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അവരിതാ ഓഹരി എടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള നേരത്തെ തന്നെ ജൂൺ 5-ന് തന്നെ ദേശാഭിമാനിയിൽ വാർത്തയുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ അത് പറയുന്നത് വരെ ഇവിടുത്തെ നേതാക്കന്മാർക്ക് പോലും അങ്ങനെ ജൂൺ 5-ന് വന്ന കാര്യം അറിവുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാർ തന്നെ ദേശാഭിമാനി പത്രം ഒന്നും വായിക്കാറില്ല. അപ്പൊ ദേശാഭിമാനി പത്രം വളരെ കൃത്യമായി വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു ക്ലിയർ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ടാണ് വിഴിഞ്ഞം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ദേശാഭിമാനി പത്രത്തിൽ ജൂൺ 5-ാം തീയതി ആവട്ടെ ജൂലൈ 1-ാം തീയതി ആവട്ടെ ഒക്കെ വന്നത് അങ്ങനെയാണ്. പക്ഷേ പിണറായി അതിനെയൊക്കെ മാറ്റിമറിച്ചു. പിണറായിയുടെ സ്ഥാപിത താല്പര്യത്തിന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പിണറായിയുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിണറായിക്ക് മാസപ്പടി കിട്ടണം. കരിമണൽ കർത്ത മാസപ്പടി നിർത്തി, ഇനി മാസപ്പടി ഇവിടെ നിന്ന് കിട്ടണം, അദാനിയിൽ നിന്ന് കിട്ടണം. പണ്ട് ഭരിക്കുന്ന കാലത്താണെങ്കിൽ അദാനിയിൽ നിന്ന് സ്വാഭാവികമായും മാസപ്പടി കിട്ടുമായിരുന്നു. ഇനിയിപ്പം ഭരണത്തിൽ നിന്ന് പുറത്തു പോയതോടെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അദാനിയെ ബുദ്ധിമുട്ടിക്കുക, അദാനിയെ ഇങ്ങനെ ചൊറിയുക. അപ്പൊ അദാനി സ്വാഭാവികമായും ഈ ചൊറിച്ചിലൊന്ന് നിർത്തി വിജയ, എന്താ വേണ്ടത് പറ എന്ന് ഒരു കോംപ്രമൈസിന് വരും. അങ്ങനെ മോളിലൂടെ ആണെങ്കിൽ മകളിലൂടെ ആണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വഴിക്ക് പൈസ വന്നാൽ മതിയല്ലോ, ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അബുദാബി ബാങ്ക്, എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് പൈസ കിട്ടിയാൽ മതി. ദീപസ്തംഭം മഹാശേര്യം നമുക്കും കിട്ടണം പണം. അങ്ങനെ പണം കിട്ടി തുടങ്ങിയാൽ പിണറായി പറയും വിഴിഞ്ഞം മഹാശേര്യം, ഇപ്പം വിഴിഞ്ഞം കടൽ കൊള്ളയാണ്. അപ്പം പിണറായിയുടെ ഒരു അവസ്ഥ അതാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ ദേശാഭിമാനിയിൽ പിണറായിക്കെതിരായ ഒരു കലാപം എന്നൊന്നും പറയാനായില്ല, പിണറായിക്കെതിരായ ഒരു വികാരം അവിടെ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു സൂചനയാണ്. അതിന്റെ ഒക്കെ ഫലമാണ് ഈ എന്താ പറയാ, ഇന്നിറങ്ങിയ ദേശാഭിമാനിയിൽ പോലും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, VS-നെ പുകഴ്ത്തിക്കൊണ്ട് VS ആണ് ശരി, പിണറായി തെറ്റാണ് എന്നാണ് ആ ലേഖനം മുഴുവൻ വായിച്ചാൽ മനസ്സിലാക്കുക. ഇന്ന് ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ VS-നെ ഓർമ്മിച്ചുകൊണ്ടുള്ള ആ ലേഖനം അത് വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും അത് പിണറായി വിജയൻ ഇട്ടൊരു അടി തന്നെയാണ്. മാത്രമല്ല ഇവരിന്ന് ദേശാഭിമാനി ഒഴിവാക്കിയ ആ ലേഖനം, അതായത് കള്ളൻ വിജയൻ എന്ന് പറയുന്ന ലേഖനം, ഇവര് നിരുപദ്രവമായ ലേഖനമാണ് എങ്കിലും ആ ലേഖനം കള്ളൻ വിജയൻ എന്നുള്ള ടൈറ്റിൽ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ തീർച്ചയായും വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ രൂപം തെളിയാതിരിക്കില്ല. ഇത് മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഏതായാലും അജയൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്ക് ഏതായാലും അജയന്റെ ഉദ്ദേശ ശുദ്ധിയെ ഞാൻ സംശയിക്കുന്നൊന്നുമില്ല. അജയൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, വിചാരിക്കാനുള്ള ന്യായമായ എല്ലാവിധ അവകാശങ്ങളും അജയനുണ്ട്, ദേശാഭിമാനി പത്രാധിപ സമിതി അംഗങ്ങൾക്കുണ്ട്. അതിൽ ഒരു നാടകത്തെക്കുറിച്ച് എഴുതുമ്പോൾ ഇപ്പൊ വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാട്ടെ, നമ്മുടെ ഈ ജയിലുകളിൽ എത്ര വിജയന്മാരുണ്ടാവും, കൊലപാതകങ്ങളുണ്ടെങ്കിലേ കൊലപാതകികളായ വിജയന്മാരുണ്ടാവും, തനി മോഷ്ടാക്കളായ വിജയന്മാരുണ്ടാവും. അപ്പൊ വിജയൻ എന്നുള്ള പേര് ഈ സദ്ഗുണ സമ്പന്നന്മാർക്ക് മാത്രമേ വിജയൻ എന്നുള്ള പേരിട്ടുകൂടൂ എന്ന് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ പിണറായി 3-ാം തവണ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ പിണറായി ഒരു നിയമസഭയിൽ ഒരു പ്രത്യേക അവതരിപ്പിക്കും, ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡാസ് അവതരിപ്പിക്കും. അതായത് പിണറായി വിജയൻ എന്ന് കള്ളന്മാർക്കൊന്നും പിണറായി വിജയൻ എന്ന് പേരിടാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഈ അലമ്പ് ടീമിനൊന്നും പിണറായി വിജയൻ എന്ന് പേരിടാൻ പാടില്ല, നല്ല
നല്ല ആരെപ്പോലെ, പിണറായിയെ പോലെ നല്ല 916 പരിശുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ പിണറായി വിജയൻ പേരിടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമായിരിക്കും. ഏതായാലും നമുക്ക് ശക്തിധരന്റെ ഈ പോസ്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത്, ദേശാഭിമാനിയിൽ ഇരുമ്പുമറ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇരുമ്പുമറ തകർത്ത് കള്ളൻ വിജയൻ പുറത്തേക്ക് വരികയാണ്, ദേശാഭിമാനിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇപ്പം എല്ലാവരും അറിഞ്ഞു. അതാണ് നമ്മളെ മറ്റേ സിനിമയില്, ഏത് സിനിമയില്, മീശമാധവനില് മറ്റേ വിളിച്ചു പറയാതെ വെടിവഴിപാട് വിളിച്ചു പറയാതെ നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ മൈക്കിൽ കൂടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല തന്ത്രി, അല്ല ശാന്തി, ഈ വെടിവഴിപാട് വിളിച്ചു പറയാതെ നടത്താൻ പറ്റുമോ? നമ്മളെ ഭഗീരഥമ്പിള്ളക്ക് ഒരു വെടിവഴിപാട് ഉണ്ടായിരുന്നു, അത് വിളിച്ചു പറയാതെ നടത്താൻ പറ്റുമെന്ന് മൈക്കിൽ കൂടെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ദേശാഭിമാനി വായിക്കാത്ത ആൾക്കാർ കൂടി ഇപ്പം ഈ പറയുന്ന കള്ളൻ വിജയൻ എന്ന ആ ലേഖനത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു. ലോകം മുഴുവൻ അറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊരു എന്താ പറയാ, ഇതൊരു പ്രശ്നമായി എടുത്തില്ലായിരുന്നു എങ്കിൽ ഇതാരും അറിയില്ല. അതെ, ദേശാഭിമാനി ഒരുപാട് എന്താ പറയാ, മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന പത്രം ദേശാഭിമാനിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ശരിയായിരിക്കാം. പക്ഷെ അത് വായിക്കാറില്ലല്ലോ ആൾക്കാർ, അല്ലേ? അത് വായിക്കാറില്ലല്ലോ. കുറച്ച് ആൾക്കാരല്ലേ വായിക്കാറുള്ളൂ. അത് അത്രയും പൊട്ടന്മാർ മാത്രമേ ദേശാഭിമാനി വായിക്കാറുള്ളൂ. അങ്ങനെ അവര് മാത്രം വായിക്കുകയും അവര് ഇത് അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഏതായാലും അങ്ങനെ വന്നുപോയി. ഇനി ശക്തിധരൻ പറയുന്നു, പിണറായി ഭക്തരെ തെരഞ്ഞു പിടിച്ച് നിയമിച്ച സ്ഥാപനത്തിനുള്ളിലാണ് ഈ വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിണറായി ഭക്തരെ തിരഞ്ഞു പിടിച്ച് നിയമിച്ച സ്ഥാപനത്തിനുള്ളിലാണ് ഈ വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. ഗോർബച്ചേവ് പാർശ്വവർത്തികളെ കൊണ്ട് മാത്രം നിർമ്മിച്ച PB നേതൃത്വം ഗോർബച്ചേവിനെതിരെ പ്രതിവിപ്ലവം നടത്തിയതാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഗോർബച്ചേവിന്റെ സ്ഥിതിയാണ് പിണറായിക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നതല്ല, ഏതാണ്ട് സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ. അത് സംഭവിച്ചു കഴിഞ്ഞ് ഏതാണ്ട് പകുതി വേവായിക്കണ്. ഗോവിന്ദമാഷ് പണ്ട് എവിടെയോ പറഞ്ഞ പോലെ പകുതി വേവായിക്കണ്, മുഴുവൻ വേവട്ടെ. പിണറായിനെ മുഴുവൻ വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം എന്നുള്ള രീതിയിൽ പണ്ട് ഗോവിന്ദൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. കാര്യമായിരുന്നു നമ്മുടെ പത്മകുമാറിനെ പറ്റി. എന്താ പത്മകുമാറിനെ മാറ്റാത്തത് എന്ന് ചോദിച്ചപ്പോൾ പകുതി വേവലായിട്ടുള്ളൂ, മുഴുവൻ വെന്തോട്ടെ എന്ന് ഗോവിന്ദമാഷ് പറഞ്ഞിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഓർത്തു പോയതാണ് കേട്ടോ. ഈ വിഷയത്തിൽ റെസിഡന്റ് എഡിറ്റർ M സ്വരാജിന്റെ വിശദീകരണം ദേശാഭിമാനിയിലും പാർട്ടി നേതൃത്വത്തിലും എന്തെങ്കിലും വിശ്വാസ്യത അവശേഷിച്ചിരുന്നുവെങ്കിൽ അതുപോലും നഷ്ടപ്പെടുത്തുന്നതായി എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പം ഇന്നിപ്പോ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? പെരുങ്കള്ളം പറഞ്ഞ ആരാണെന്ന് മനസ്സിലായി, സ്വരാജാണെന്ന് മനസ്സിലായി. അതാ സംഭവിച്ചത്. ഇപ്പൊ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് ഈ നാടകക്കാരനാണെന്നും അതല്ലാതെ പിണറായി വിജയൻ അല്ല എന്നും ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ ചില ദുഷിപ്പുള്ള ആൾക്കാർ അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാനും ഇല്ല. കാരണം മറ്റേ ഏത് ബാങ്ക്, നമ്മുടെ തൃശ്ശൂരിലുള്ള കരുവന്നൂർ ബാങ്ക്, പിന്നെന്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, മറ്റ് സഹകരണ ബാങ്കുകളിലെ കൊള്ള, അങ്ങനെ മറ്റേ കോവിഡിന്റെ മറവിൽ നടന്ന കൊള്ള, അങ്ങനെ വ്യത്യസ്തങ്ങളായ കൊള്ളകളുടെ ഒക്കെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഗുണഭോക്താവ് പിണറായി കൂടിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ പലരും പിണറായിയുടെ ശത്രുക്കൾ എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും തെളിഞ്ഞിട്ടില്ല. അത്തരത്തിൽപ്പെട്ട ഒരു കോടതി വിധിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യായമായും നമുക്ക് പിണറായി ഒരു പെരുങ്കള്ളനാണ് എന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനുമില്ല. കാരണം സംശയിച്ചാൽ നമുക്ക് സംശയിക്കാലോ. അപ്പൊ അത്രയും സംഭവിച്ചിട്ടുള്ളൂ. അപ്പം പക്ഷേ സ്വരാജ് ചെയ്തത് എന്താണ്? സ്വരാജ് ചെയ്തത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു ലേഖനേ ഇല്ല, അങ്ങനെ ഒരു ലേഖനം വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നത് വേണ്ട. സ്വരാജ് എന്തിനാണ് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇങ്ങനെ പറഞ്ഞ അപഹാസ്യനാവല്ലേ എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഇനി M സ്വരാജിന്റെ വാചാടോപം അപ്പാടെ വിഴുങ്ങുന്നവരാണ് CPM അണികളിൽ ഏറിയ പങ്കും എന്നത് വസ്തുതയാണ്. ഈ അടിമക്കമ്മികള് സ്വരാജ് എന്ത് പറഞ്ഞാലും അത് വിഴുങ്ങും. പണ്ട് നമുക്കറിയാലോ, സ്വരാജ് മൈക്ക് കെട്ടി പ്രസംഗിച്ചതാണ് അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു എന്നും മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായത് എന്നും സ്വരാജ് പ്രസംഗിച്ചപ്പോ എന്താ പറയാ, ആകെ സ്തബ്ധരായി പോകേണ്ടതിന് പകരം കയ്യടിച്ച് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് സ്വരാജിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഇവിടുത്തെ അന്തംകമ്മികൾ കേട്ടോ. പിന്നെ അവര് സ്വരാജ് എന്ത് പറഞ്ഞാലും അന്തംകമ്മികൾ എന്ത് ചെയ്യും? വിഴുങ്ങും. പാർട്ടിയെ വെള്ളപൂശാനായാൽ എന്ത് നുണയുമാകാം എന്നതാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പാർട്ടിയെ രക്ഷിക്കാൻ, പാർട്ടി നേതാക്കളെ രക്ഷിക്കാൻ നുണ പറയാം എന്നാണ്
CPM-ലെ അടിമകൾ കരുതിയിരിക്കുന്നത്. അവരുടെ താരമൂല്യമുള്ള നേതാക്കളാണ് സ്വരാജ് മാർ എന്നാണ് പറയുന്നത്. അതൊരു ബഹുവചനമാണ്. എം സ്വരാജ് മാത്രമല്ല, എം സ്വരാജിന്റെ ഗണത്തിൽപ്പെട്ട വേറെ കുറെ ആൾക്കാരുണ്ട്. ഏതായാലും ഇങ്ങനെ കുറെ മന്ദബുദ്ധി കൂശ്മാണ്ഡങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ ഏതാണ്ട് ഒരേ ജനുസാണ്. പിണറായി വിജയന്റെ മാതൃകകളാണ്. ഇനി അവരുടെ താരമൂല്യമുള്ള നേതാക്കളാണ് സ്വരാജുമാർ. ഈ മൂശയിൽ വാർത്തെടുത്തവരെ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ചാണ് പിണറായി വിജയൻ പാർട്ടി പിടിച്ചത്. അപ്പൊ പിണറായി വിജയൻ പാർട്ടി പിടിച്ചത് സ്വരാജുമാരെ, അല്ലെ, എം സ്വരാജിനെ പോലുള്ള ഒരു വകക്ക് കൊള്ളാത്ത ആൾക്കാരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ചിട്ടാണ് പിണറായി വിജയൻ പാർട്ടി പിടിച്ചത്. ഇനി VS-നെ പാർട്ടി വിരുദ്ധനാക്കി ചിത്രീകരിച്ച പിണറായിക്ക് ശക്തി പകരാൻ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച വിഷ സൂചിയാണ് സ്വരാജ്. അല്ലെ, ആരും മറന്നിട്ടില്ലല്ലോ. എം സ്വരാജ് ഇപ്പൊ ഇന്നത്തെ പത്രത്തിലൊക്കെ എന്തോ VS അച്യുതാനന്ദന്റെ ഒരു സ്പെഷ്യൽ ഞങ്ങൾ 21-ാം തീയതി ഇറക്കുന്നുണ്ട്. നാളെ ഞങ്ങളൊരു സ്പെഷ്യൽ പേജ് ഇറക്കുന്നുണ്ട്. വാരാന്ത്യ പതിപ്പിന്റെ, ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ 1-ാം പേജിൽ പിണറായിയുടെ VS-ന്റെ ഓർമ്മകളാണ്. VS-ന്റെ ധീരോദാത്ത വിപ്ലവ സ്മരണകളാണ്, ഇരമ്പുന്ന വിപ്ലവ സ്മരണകളാണ്. ഈ 4-ാം പേജിലും VS-ന്റെ ഇരമ്പുന്ന വിപ്ലവ സ്മരണകളാണ് എന്നൊക്കെയാണ് ഇവൻ ഇങ്ങനെ തട്ടിവിടുന്നത്. ആര്? സ്വരാജ്. ഈ സ്വരാജാണ് VS-നെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത്, അല്ലേ? ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നാ പറഞ്ഞത്. എന്താണ്? ഇയാള് വർഗവഞ്ചകനാണ്, VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ, തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞവനാണ് ഉളുപ്പില്ലാതപ്പം പറയുന്നത് VS ഭയങ്കര സംഭവം. എന്താ ചെയ്യല്ലേ? അങ്ങനെ അപ്പൊ പിണറായിക്ക് ശക്തി പകരാൻ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച വിഷസൂചിയാണ് സ്വരാജ് എന്ന് പറയുന്നത് കേട്ടോ. സ്വരാജിന് പറ്റിയ വിശേഷമാണ് ശക്തിധരൻ കൊടുക്കുന്നത്, വിഷസൂചി. അതിനുള്ള പ്രതിഫലവും വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പിന്നെ അതിനുള്ള പ്രതിഫലമൊക്കെ വാങ്ങി, പിണറായിക്ക് വേണ്ടിയിട്ട് ദാസ്യവേല നടത്തുന്ന ആൾക്കാർക്ക് അതിനുള്ള പ്രതിഫലമൊക്കെ അവര് തന്നെ എങ്ങനെയെങ്കിലൊക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട്. അറിയാലോ, പെട്ടിതൂക്കി രാഗേഷിന്റെ, വേണ്ട നമ്മളിനിയിപ്പോ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വഷളാക്കണ്ട. പെട്ടിതൂക്കി രാഗേഷിന്റെ കുടുംബപരമായി എന്തൊക്കെ നേട്ടങ്ങൾ രാഗേഷ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യൂണിവേഴ്സിറ്റിയിലെ നിയമനമൊക്കെ അറിയാലോ. ഇനി അതിലാണ് എല്ലാവരുടെയും കണ്ണ്. അങ്ങനെയല്ല പറയുന്നത്. CPM-ന്റെ അണ്ടകടാഹം ഇപ്പോഴും ഭദ്രമാണ്. CPM-ന്റെ അണ്ടകടാഹം ഇപ്പോഴും ഭദ്രമാണ്. അതിലാണ് എല്ലാവരുടെയും കണ്ണ്. പക്ഷേ സഹകരണ മേഖലയിലും ശബരിമലയിലും മറ്റും നിന്നുള്ള വരവ് ഇനി നിലയ്ക്കും. അപ്പൊ ശബരിമലയിൽ ഇനി വരവ് വരാനില്ല, സഹകരണ മേഖലയിൽ നിന്നും വരവ് വരാനില്ല. മാസപ്പടി നിന്നു. അപ്പം വരവൊക്കെ നിന്നുകയാണ്. പക്ഷെ നേരത്തെ ഉണ്ടാക്കിയ അണ്ടകടാഹം ഇപ്പോഴുണ്ടെന്നാ പറയുന്നത്. ഇനി പിണറായി ദേശാഭിമാനിയിലാണ് ഇളക്കി പ്രതിഷ്ഠ തുടങ്ങി വെച്ചത്. പിന്നീട് ഭരണം കിട്ടിയപ്പോൾ മന്ത്രിമാരുടെ ഓഫീസുകളിലായി വിളയാട്ടം. ഇവരുടെ ആസ്തി എത്ര മടങ്ങാണ് വർദ്ധിച്ചത്? കണ്ണഞ്ചിപ്പോവും. അപ്പോഴും ചടയൻ ഗോവിന്ദന്റെ മകൻ തലസ്ഥാനത്ത് തേരാപ്പാര നടക്കുന്നുണ്ടാകും. അവിടെയാണ് കേട്ടോ ശക്തിധരൻ CPM-ലെ പഴയകാല നേതാക്കളെ ഓർമ്മിക്കുന്നത്. ശക്തിധരൻ ഓർമ്മിക്കുകയാണ്. എന്താണ്? അപ്പോഴും ചടയൻ ഗോവിന്ദന്റെ മകൻ തലസ്ഥാനത്ത് തേരാപ്പാര നടക്കുന്നുണ്ടായിരിക്കും. പിണറായി വിജയന്റെ മകൾ കോടികൾ മാസപ്പടി വാങ്ങി പിണറായിയുടെ പല സ്ഥലത്തും, വീണ വിജയന്റെ പേരിലുള്ള സ്ഥലം, അതാണ് കണ്ടുകെട്ടാൻ വേണ്ടി പോകുന്നത്. ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ IT കമ്പനി. അതേസമയം ചടയൻ ഗോവിന്ദന്റെ മകൻ തേരാപ്പാര നടക്കുകയാണ്. അതാണ് സംശുദ്ധരായ പാർട്ടി സെക്രട്ടറിമാരുടെ മക്കൾ എവിടെ? പിണറായി വിജയൻ എന്ന് പറയുന്ന പൂരിപ്പിക്കാം നിങ്ങൾക്ക്. ആ പാർട്ടി സെക്രട്ടറി ആയിരുന്ന, പിന്നെ 10 കൊല്ലം കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയന്റെ മകളും മകനും എവിടെ? അവരുടെ ആസ്തി എത്ര? ഇവിടുന്ന് വന്നു? അന്തംഗമികൾക്ക് ഇടക്കിടക്കൊക്കെ ഒന്ന് ആലോചിക്കട്ടോ. വേറെ 25 മറ്റേ ജയിലിൽ കിടക്കുന്നുണ്ടേ, മറന്നു പോകരുതേ. 25 എന്തിനാണെന്നറിയോ? വീണയെ ED ചോദ്യം ചെയ്യാനും റെയ്ഡ് ചെയ്യാനെത്തിയപ്പം ED-യെ ആക്രമിച്ച 25 അവരുടെ വീടുകളിൽ തീ പുകയുന്നില്ല എന്നാ കേട്ടത്. ആ വീടിന് എന്താ പറയാ, സഹായകമാവേണ്ട സഖാക്കള് പിണറായി വിജയന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പതാ കിടക്കുകയാണ് ജയിലില്. ജീവിതകാലം അവർ പുറത്തിറങ്ങും തോന്നുന്നില്ല കേട്ടോ.
ജീവിതകാലം. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ആക്രമിച്ചു എന്നും പറയുന്നത് നിസ്സാര കുറ്റമല്ല കേട്ടോ. ഈ ബസ്സിന് കല്ലെറിയലോ അമ്മാതിരിയുള്ള പരിപാടി അല്ലത്. ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട്. വീണൊക്കെ ഒരു പ്രശ്നമില്ല. വീണങ്ങനെ AC റൂമിൽ കിടന്ന് എന്താ പറയാ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ 25 പൊട്ടന്മാര് ജയിലിനുള്ളില് കൊതുകടിയും കൊണ്ട് ഉണ്ടയിൽ നിന്ന് കഴിയാണ്. അതാണ് അടിമകൾ അല്ലെ, അടിമ വംശം. നമ്മൾ പണ്ട് അടിമ വംശത്തെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ പുതിയ CPM-ലെ അടിമ വംശത്തിന്റെ കഥയാണ് ഞാൻ ഇടക്കൊന്ന് ഓർമ്മിച്ചു പോയതാണ്. ഇനി ഇത് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിഷ്കളങ്കരായ അണികൾ അറിയുന്നില്ല. CPM-ലെ നിഷ്കളങ്കരായ അണികൾ അറിയുന്നില്ല അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത്. ഇതേ പ്രക്രിയയിലൂടെയാണ് പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടികളും കടന്നുപോയത്. CPM അണികളിൽ ഒരു വിഭാഗം സ്വപ്നം കാണുന്നത് ഭരണപക്ഷത്തെ തമ്മിലടി മൂർച്ഛിച്ച് സർക്കാർ വീണാൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചു വരും എന്നതാണ്. അത് ശരിയാട്ടോ അല്ലെ? അതായത് CPM-കാർ ഇപ്പോഴും നമ്മളെ നാട്ടിലെ പല CPM-മാരും കരുതുന്നത് അറിയോ, അവിടെ അടി തുടങ്ങി അങ്ങനെ പറയുന്നത്. സതീശൻ ഇനി എത്ര പോകും, സതീശൻ 5 കൊല്ലൊന്നും തയ്ക്കില്ല, അവിടെ അടിയാണ് അവിടെ. അലോഷി അടി, പിന്നെ സുധീരന്റെ അടി, അത് കഴിഞ്ഞ് നിയാസിന്റെ അടിയോടടിയാണ്. ഇന്നിപ്പോ അലോഷി സംസാരിച്ച് അത് കോംപ്ലിമെന്റ്സ് ആക്കി പോന്നിട്ടുണ്ടേ. സുധീരൻ ആ പരിപാടി നിർത്തി. നിയാസിനെ ഇപ്പൊ കാണാനില്ല. അപ്പം ഇവര് സ്വപ്നം കാണുന്നത് എന്താന്ന് വെച്ചാൽ UDF-ൽ അടി പൊട്ടും, അങ്ങനെ UDF തകർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറാലോ. ഇവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളത് ഈ പൊട്ടന്മാര് വിശ്വസിക്കുന്നില്ല. അതാണ് ശക്തിധരൻ പറയുന്നത്. ഇവര് ഒന്നുകിൽ പശ്ചിമ ബംഗാളിനെയോ അല്ലെങ്കിൽ ത്രിപുരയെയോ ഒന്ന് പഠിക്കണം. ഒന്ന് പഠിക്കണം. അവിടെ അവർക്ക് ഒരിക്കലും തിരിച്ചു വരാനുള്ള ഒരു ലാഞ്ചന പോലും അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഒരു സീറ്റ് അല്ലെ, ഒരു സീറ്റൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവര് തിരിച്ചു വരിക? കേരളത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പില് CPM-ന് ഒരു സീറ്റ് കിട്ടുമോ? ഞാൻ പരിഹസിക്കുന്നില്ല, സത്യസന്ധമായി പറയാണ്, എന്റെ ബോധ്യങ്ങളിൽ നിന്ന് പറയാണ്. ഒരു കാര്യം, ഈ 35 സീറ്റ് അല്ലെങ്കിൽ 35 വിടി 26 CPM-ന് 26 സീറ്റ് മാത്രമേ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നുള്ളൂ അല്ലെ? ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആരെങ്കിലും കരുതിയിരുന്നു 26ലേക്ക് ഇവർ കൂപ്പ് കുത്തുന്ന ആരെങ്കിലും കരുതിയിരുന്നേ? ഇവിടെ 12 മന്ത്രിമാർ തോറ്റു പോകുന്നു. പയ്യന്നൂര് പോകുന്നു, തളിപ്പറമ്പ് പോകുന്നു, തൃക്കരിപ്പൂര് പോകുന്നു, ബേപ്പൂരിലെ പണ്ടത്തെ ഭൂരിപക്ഷത്തിന്റെ 4-1 ചുരുങ്ങുന്നു, ധർമ്മടത്ത് 6 റൗണ്ട് പിന്നെ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഈ തെറ്റുകളൊന്നും തിരുത്താതെ ഇവരിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യം. കാരണം നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. പശ്ചിമ ബംഗാളുണ്ട്, ത്രിപുരയുണ്ട്. അവിടെയൊന്നും പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ തിരിച്ചു വരാൻ പറ്റുക എന്നൊരു ചോദ്യത്തോടെയാണ് ശക്തിധരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സാമൂഹ്യ പാഠം ശ്രദ്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണിത്. അങ്ങനെയെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷം എന്നേ അധികാരത്തിൽ തിരിച്ചു വരുമായിരുന്നു. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന് ഉറ്റം കൊള്ളുന്നവർ സാമൂഹ്യ പാഠം പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. ത്രിപുരയിലും വന്നിട്ടില്ല, പശ്ചിമ ബംഗാളിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല. LDF ഭരണത്തിലെ ഇപ്പോഴും മറഞ്ഞുകിടക്കുന്ന കൂറ്റൻ സാമ്പത്തിക കൊള്ളകൾ മേഘവിസ്ഫോടനം പോലെ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ അടിത്തറ കൂടുതൽ ഉലയുമെന്നാണ് ശക്തിധരൻ നിരീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ LDF-ന്റെ കൊള്ളകൾ ഇപ്പൊ PSC കൊള്ളകളൊക്കെ ഇങ്ങനെ അന്വേഷണം ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ? ഈ രീതിയിലുള്ള കരുവന്നൂരിലെ കൊള്ള, മറ്റേ ശബരിമലയിലെ കൊള്ള, ഈ കൊള്ളകൾ ഓരോന്നും വെളിപ്പെട്ട് കഴിഞ്ഞാൽ കൂറ്റൻ സാമ്പത്തിക കൊള്ളകൾ മേഘവിസ്ഫോടനം പോലെ അല്ലെ, മേഘവിസ്ഫോടനം കേട്ടിട്ടുണ്ട് നമ്മള്, അതേപോലുള്ള മേഘവിസ്ഫോടനം പോലെ പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ അടിത്തറ കൂടുതൽ ഉലയും. ഇപ്പോഴും വൻകിട കോർപ്പറേറ്റ് ശക്തികളുമായുള്ള അന്തർധാര ഇടതുപക്ഷം മുറിച്ചു മാറ്റിയിട്ടില്ലല്ലോ എന്ന ഒരു വിലയിരുത്തലിലൂടെയാണ് ശക്തിധരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ശക്തിധരൻ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇടതുപക്ഷത്തെ വളരെ കൃത്യമായി ശക്തിധരൻ വരച്ചു കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെയുള്ള ചില ദുസ്സൂചനകളാണ് ഈ ദേശാഭിമാനിയിലെ ഈ കള്ളൻ വിജയനിലൂടെയും ഈ ഇരുമ്പ് മറ ഭേദിച്ച് പുറത്തു വരുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളിങ്ങനെ എണ്ണിക്കോ. അതായത്
ഇങ്ങനെ പടുകുഴിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സ്ലോ മോഷൻ കാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ പോലും ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കാൻ പറ്റിയ തെറ്റുകളെ കുറിച്ച് ബോധമുണ്ടാവാൻ അല്ലെങ്കിൽ പറ്റിയ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കാൻ, പറ്റിയ തെറ്റുകൾ തിരുത്താൻ ഇന്നേ വരെ CPM തയ്യാറാവാത്തിടത്തോളം കാലം ശക്തിധരൻ പറഞ്ഞതിന് തന്നെയാണ് സാധ്യത. അതല്ലാതെ ഒരു തരത്തിലും ഞങ്ങൾ തിരിച്ചു വരും എന്ന് ഇവിടെ റിയാസിനൊക്കെ ഇരുന്ന് പറയാം, അല്ലെങ്കിൽ അപ്പം ഗോവിന്ദിന് പറയാം, അല്ലെങ്കിൽ സ്വരാജിന് പറയാം, പി രാജീവിന് പറയാം, വീണ ജോർജിന് പോലും പറയാം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്ന്. പക്ഷേ ഇത് നടക്കാത്ത സ്വപ്നമാണ് എന്നുള്ളത് വളരെ കൃത്യതയോടെ ഉദാഹരണ സഹിതം ശക്തിധരൻ വരച്ചു കാട്ടുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.